ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. നീതിയുക്തവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കാനുള്ള അതിന്റെ കഴിവ് ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സമീപകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തുന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വോട്ട് മോഷണവും വ്യാജ വോട്ടർമാരെ ഉപയോഗിച്ചത് സംബന്ധിച്ച ആരോപണങ്ങളാണ് ഈ ചർച്ചയുടെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുന്നത്. ഈ ആരോപണങ്ങളെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ശക്തമായി തള്ളിക്കളഞ്ഞതോടെ വിഷയം കൂടുതൽ ചൂടുപിടിച്ചു. 3 സംസ്ഥാനങ്ങളിൽ വോട്ട് മോഷണം നടന്നെന്നും വ്യാജ വോട്ടർമാരെ ഉപയോഗിച്ചുവെന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. ഒരു രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയും വിശ്വസ്തതയും ചോദ്യം ചെയ്യുന്ന ഇത്തരം ആരോപണങ്ങൾ ജനാധിപത്യ സംവിധാനത്തിനും ഒരു വെല്ലുവിളിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ശക്തമായ പ്രതിഷേധം ഉയർത്തിയത് ഈ ആരോപണങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായൊരു സംവാദത്തിന് തുടക്കമിട്ടു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതവണ വസ്തുതാപരമായ വിശദീകരണങ്ങൾ നൽകിയിട്ടും രാഹുൽ ഗാന്ധി തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നത് കൂടുതൽ ആശങ്കകൾക്ക് വഴിയൊരുക്കി. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സംശയങ്ങൾ ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അവകാശമുണ്ട്. എന്നാൽ ആ ആരോപണങ്ങൾ വസ്തുതാപരവും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ളതുമായിരിക്കണം. അല്ലാത്ത പക്ഷം അത് ജനങ്ങളിൽ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിലുള്ള വിശ്വാസം ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അതിനെതിരെ തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിന്റെ അധികാരത്തെയും നിഷ്പക്ഷതയും ദുർബലപ്പെടുത്തും. പീയൂഷ് ഗോയൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെല്ലാം ശക്തമായി തന്നെ തള്ളിക്കളഞ്ഞു. രാഷ്ട്രീയ നുണകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും ഇത്തരം വ്യാജ ആരോപണങ്ങളിലൂടെ രാഹുലിന് രാജ്യത്തിന്റെ വിശ്വാസം നേടാൻ കഴിയില്ലെന്നും ഗോയൽ പറഞ്ഞു. ഗോയലിന്റെ ഈ പ്രതികരണം കോൺഗ്രസ് നേതാവിന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന കേന്ദ്രത്തിന്റെ നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഗോയൽ തന്റെ വാദങ്ങൾക്ക് ശക്തി പകരാൻ ചില ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് നേതാവ് കമൽനാഥ് സമർപ്പിച്ച സമാനമായ വ്യാജ വോട്ടർ പരാതി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ 2018 കേസും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ കേസിൽ ഹർജി സമർപ്പിക്കുന്നതിന് 4 മാസം മുൻപ് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തിയ വോട്ടർ പട്ടിക പാർട്ടിയുമായി പങ്കുവച്ചിരുന്നു. എന്നിട്ടും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ ഗോയൽ വിമർശിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ആരോപണങ്ങളും ഈ മുൻകാല അനുഭവങ്ങളുടെ ആവർത്തനമാണെന്നാണ് ഗോയലിന്റെ വാദം. രാഹുൽ ഗാന്ധി ഉദ്ധരിച്ച വ്യാജ വോട്ടർമാരുടെ ഉദാഹരണങ്ങൾ സ്പെഷ്യൽ ഇന്റൻസീവ് റോൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയാണ് എടുത്തു കാണിക്കുന്നതെന്നും ഗോയൽ പറഞ്ഞു. വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ തിരുത്താൻ നിരന്തരമായി പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വർഷങ്ങളായി ഒരു നിയോജക മണ്ഡലത്തിനുള്ളിൽ സംഭവിക്കുന്ന കുടിയേറ്റങ്ങളും മരണങ്ങളും കാരണം വോട്ടർ പട്ടികയിൽ പിഴവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യോഗ്യരായ വോട്ടർമാർക്ക് മാത്രം വോട്ടവകാശം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത്തരം തിരുത്തൽ നടപടികൾ നടത്തുന്നത്. ഈ പ്രക്രിയയെക്കുറിച്ചുള്ള അജ്ഞത കാരണമാണ് രാഹുൽ ഗാന്ധി തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഗോയൽ അഭിപ്രായപ്പെട്ടു. അതായത് വോട്ടർ പട്ടികയിലെ പിഴവുകൾ സ്വാഭാവികമായ പ്രക്രിയയാണെന്നും അതിനെ വോട്ടർ തട്ടിപ്പായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ലെന്നുമാണ് കേന്ദ്രത്തിന്റെ നിലപാട്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ലോകത്തിന്റെ അഭിമാനം എന്നാണ് ഗോയൽ വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ കാര്യക്ഷമതയും സുതാര്യതയും ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ബഹുമാനം നേടിയിട്ടുമുണ്ട്. സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാപരമായ ചുമതലകൾ നിറവേറ്റുക മാത്രമാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബഹുമാനിക്കണമെന്നും അതിന്റെ പ്രവർത്തനങ്ങളിൽ വിശ്വാസം അർപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ പങ്കിനെക്കുറിച്ചും ഗോയൽ തന്റെ അഭിപ്രായം വ്യക്തമാക്കി. നിരവധി വാർത്താ ചാനലുകൾ രാഹുൽ ഗാന്ധിയുടെ വ്യാജ വിവരണങ്ങൾക്കും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന തെറ്റായ അവകാശവാദങ്ങൾ പ്രചരിച്ചാലും മാധ്യമങ്ങൾ അത് ശ്രദ്ധാപൂർവം പരിശോധിക്കുകയും വസ്തുതകൾ അന്വേഷിക്കുകയും ചെയ്യണമെന്നും ഗോയൽ ഓർമ്മിപ്പിച്ചു. വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും പ്രചരിക്കുന്നത് തടയാൻ മാധ്യമങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. എന്നാൽ ഈ വിമർശനങ്ങൾക്കിടയിലും കമ്മീഷൻ തന്റെ സ്വതന്ത്രമായ നിലപാടുകളിൽ ഉറച്ചു നിന്നത് അതിന്റെ വിശ്വസ്തത വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കാര്യത്തിൽ ഉൾപ്പെടെ പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയും നൽകിയിരുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വോട്ടിംഗ് പ്രക്രിയ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ കമ്മീഷൻ ശ്രമിച്ചിട്ടുമുണ്ട്. വോട്ടർ പട്ടികയിലെ പിഴവുകൾ തിരുത്താൻ നിരന്തരമായ പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. നിലവിലെ വിവാദം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിക്ക് ഒരു വെല്ലുവിളിയാണോ അതോ ഒരു പുതിയ സാധ്യതയാണോ എന്ന ചോദ്യവും പ്രസക്തമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. അതിനാൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ കൃത്യമായി തെളിവുകൾ ഹാജരാക്കാനും അധികാരികൾ ആ ആരോപണങ്ങൾ ഗൗരവമായി പരിഗണിച്ചും ആവശ്യമെങ്കിൽ അന്വേഷണങ്ങൾ നടത്താനും തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള വെറും വാചക കസർത്തുകളായി മാറാനുള്ള സാധ്യതയാണുള്ളത്. ഈ വിഷയത്തിൽ കൂടുതൽ വസ്തുതാപരമായ വിവരങ്ങളും തെളിവുകളും പുറത്തു വന്നാൽ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ. ഇന്ത്യൻ ജനാധിപത്യം എല്ലാ കാലത്തും വെല്ലുവിളികളെ അതിജീവിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്.
ഈ ഒരു വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാർ പ്രതിപക്ഷവും ശ്രമിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.